നമസ്കാരം. ആസ്ട്ര യൂണിവേഴ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് ഇപ്പോഴുള്ള ഗോചാരപ്രകാരമുള്ള ചില നക്ഷത്രക്കാരുടെ ഇടയിൽ പങ്കാളിയുമായിട്ടുള്ള പിണക്കം, അതുപോലെ തന്നെ വാക്കുതർക്കം എന്നിവയ്ക്കുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ നക്ഷത്രങ്ങളാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. 2026 ഡിസംബർ വരെയാണ് ഈ ഒരു പ്രശ്നകാഠിന്യമുള്ള സമയം. അതായത് ശനി, രാഹു, കേതു, കുജൻ, അതുപോലെ തന്നെ ബുധൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരമാണ് ഈ ഒരു പ്രശ്നങ്ങളുടെ ഒരു ജ്യോതിഷപരമായിട്ടുള്ള കാരണം. അപ്പോൾ നമുക്ക് അത് ഏതൊക്കെ നക്ഷത്രങ്ങളാണെന്ന് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടുള്ള സമയത്തൊക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത, തൊഴിൽ, സാമ്പത്തികം എന്നീ പ്രശ്നങ്ങൾ പരിഹരിക്കാനൊക്കെ നിങ്ങൾക്ക് ജ്യോതിഷപരമായിട്ട് കാര്യങ്ങൾ പരിഹാരം നിർദ്ദേശിക്കാനും നിങ്ങൾക്ക് ഈ ഒരു നമ്പർ ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ ജനന സമയമോ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൈരേഖ നോക്കിയിട്ട് നമുക്ക് ഫലം നോക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു വാട്സപ്പ് നമ്പറാണ്. ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ നിങ്ങളെ തിരിച്ച് കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ പൂരുരുട്ടാതി, മുക്കാൽ, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രക്കാർക്ക് കഠിനകരമായിട്ടുള്ള ഒരു പങ്കാളിയുമായിട്ട് വളരെ വേർപിരിയുന്ന രീതിയിലുള്ള ഒരു സമയമാണ്. അനാവശ്യമായിട്ടുള്ള ദേഷ്യം, സംശയം, അതുപോലെ തന്നെ വാക്കുകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഏൽപ്പിക്കുന്ന മുറിവുകൾ, ഇതെല്ലാം ഇവരുടെ ജീവിതത്തിൽ വലിയൊരു സെപ്പറേഷന് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ളൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ ശനിപ്രീതി വരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ നമുക്ക് അടുത്ത നക്ഷത്രം നോക്കാം. മകം, പൂരം, ഉത്രം, മുക്കാൽ. പങ്കാളിയുടെ പെരുമാറ്റം നിലവിൽ നമുക്ക് തൃപ്തിയാകാത്ത ഒരവസ്ഥയാണ്. ചെറിയ കാര്യങ്ങൾ പോലും വലുതാക്കുന്ന ഒരു സ്വഭാവം, ഒരു സംസാരം, അതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ മനസ്സിലാകാതെ വരുന്ന ഒരു സാഹചര്യത്തിലാണ്. ഇപ്പോൾ ഭാര്യയും ഭർത്താവാണെങ്കിൽ പോലും അവർക്ക് തന്നെ എന്താണ് പ്രശ്നമെന്ന് പരസ്പരം മനസ്സിലാകാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് അവർ കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഒരു സമയം ഗണപതി ഭഗവാനെ, അതുപോലെ തന്നെ നാഗദൈവതകളെയും വിളിച്ച് പ്രാർത്ഥിക്കുകയും അവരുടെ ക്ഷേത്രങ്ങളിലൊക്കെ പോയി ഈ ഒരു കാര്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ അവിട്ടം, പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ എന്നീ നക്ഷത്രക്കാർക്ക് ഇവരുടെ മാനസിക സമ്മർദ്ദം മുഴുവൻ ഇവർ പങ്കാളിയോടാണ് തീർക്കുന്നത്. നമ്മൾ അങ്ങാടി തോറ്റാൽ അമ്മയോടെന്ന് പറഞ്ഞ പോലെ ഇവരുടെ എല്ലാ ദേഷ്യവും ഇവർ പങ്കാളികളോട് തീർക്കുന്നു. അപ്പം അതുപോലെ തന്നെ പണത്തെക്കുറിച്ചിട്ടുള്ള തർക്കങ്ങൾ ഒക്കെ ഇവരിൽ ഈ ഒരു ഭാര്യാഭർത്ത അല്ലെങ്കിൽ പങ്കാളികളുടെ ബന്ധത്തിലൊരു വിള്ളൽ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ ശനീശ്വരനെയും അതുപോലെ തന്നെ നാഗദേവതകളെയും പ്രാർത്ഥിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ മകയിരം, പകുതി, തിരുവാതിര, പുണർദം, മുക്കാൽ ഈ നക്ഷത്രക്കാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഇടയിൽ ആശയവിനിമയ കുറവാണ്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തെറ്റിദ്ധാരണകളാണ്. പറയുന്ന കാര്യങ്ങൾ കൃത്യമായി പങ്കാളിക്ക് മനസ്സിലാകാൻ പറ്റുന്നില്ല. അവർ തെറ്റായിട്ടാണ് ധരിക്കുന്നത്. ചെറിയ കാര്യങ്ങൾ പോലും വലിയ വഴക്കിലേക്ക് പോകുന്ന അവസ്ഥയാണ്. ഈ ഒരു ടൈമിൽ നിങ്ങൾ ഭദ്രകാളിയും സുബ്രഹ്മണ്യനെയുമാണ് പ്രാർത്ഥിക്കേണ്ടത്. ആ ക്ഷേത്രങ്ങളിൽ പോയി അല്ലെങ്കിൽ മന്ത്രങ്ങൾ ജപിച്ചിട്ടോ നിങ്ങൾക്ക് ഈ ഒരു ദോഷത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നേടാൻ സാധിക്കുന്നതാണ്. അതുപോലെ മറ്റ് നക്ഷത്രമാണ് കാർത്തിക, മുക്കാൽ, രോഹിണി, മകയിരം, പകുതി. ഈ ഒരു നക്ഷത്രക്കാർക്ക് ഈഗോ പ്രശ്നങ്ങളാണ് മുന്നിൽ കാണുന്നത്. അവരുടെ അഹങ്കാരം അല്ലെങ്കിൽ അഹംഭാവപൂർണ്ണമായിട്ടുള്ള പെരുമാറ്റം, പങ്കാളിയെ അമിതമായിട്ട് നിയന്ത്രിക്കുന്ന ഒരു സ്വഭാവം, പ്രവണത, ഇത് പങ്കാളിയുടെ പിണക്കത്തിന് കാരണമാവുകയും കുടുംബത്തിൽ ഒരു അസ്വസ്ഥതയും ഒരു വഴക്കും സെപ്പറേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതാണ്. അപ്പം ഈ ഒരു നക്ഷത്രക്കാർ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സുബ്രഹ്മണ്യ, അതുപോലെ തന്നെ ഭദ്രകാളി ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും ആ ദേവതകളെ കൃത്യമായിട്ട് ആരാധിക്കുകയും ചെയ്താൽ ഒരു മികച്ച പരിഹാരമായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ദാമ്പത്യ പ്രശ്നം അല്ലെങ്കിൽ പങ്കാളിയുമായിട്ടുള്ള പിണക്കങ്ങളൊക്കെ ഉള്ള ആളുകളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ സമയം ഇപ്പോൾ വളരെ മോശം സമയമാണ്. പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ ഈ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് തെറ്റാണെന്ന് പൂർണ്ണമായി തോന്നുന്നതായിരിക്കും. അപ്പോൾ അതുവരെ നിങ്ങൾ സമീപനമായിട്ട് നല്ല രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടതാണെന്ന് ഈ ഒരു വീഡിയോയെ പറ്റി ഏവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ റീപ്ലൈ നൽകുന്നതായിരിക്കും. താങ്ക് യു.